നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.5 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 950 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഇതിലേക്കുള്ള വഴി. കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം. അതായത് ബസ് ഇറങ്ങിയിട്ട് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. 4.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. ചുറ്റുഭാഗം നല്ല നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. ചുറ്റുഭാഗം അതിരുഭാഗങ്ങളൊക്കെ ഇതുപോലുള്ള കെട്ടി തിരിച്ചിട്ടുണ്ട്. നല്ല ക്ലിയർ ബൗണ്ടറിയൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. കണ്ടോ, പിൻഭാഗത്ത് സൈഡിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ചുറ്റുഭാഗം നിറയെ വീടുകളുണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. വലിയൊരു പഴക്കമില്ലാത്ത വീടാട്ടോ. ഒരു 3-4 വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ. ഈ ചവിട്ടുന്ന ഭാഗങ്ങൾ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ ഫില്ലറിലുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈല്, സ്പേസറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നിലവിൽ വെള്ളത്തിനായിട്ട് തൊട്ടടുത്തുള്ള ഇവരെ കുടുംബക്കാരുടെ വീടാണിത്. അപ്പോൾ ഈ കാണുന്നത് ഇവിടെയാണ് കിണർ വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നിലവിൽ ഇതിൽ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ്. കാരണം പിൻഭാഗത്ത് അങ്ങോട്ട് പാടം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ബീമിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് LED ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിറ്റ് ഔട്ട്, ഒരു ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് വരുന്നത്. ഇത് പറഞ്ഞല്ലോ, സ്ഥലം 4.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏകദേശം ഒരു 90% ഫുള്ളായിട്ട് വീട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല സൗകര്യമുള്ള വീട് കേട്ടോ. മെയിൻ ഡോറ് ഇതുപോലുള്ള ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 2 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ്. അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂം വേറെയുണ്ട്. മെയിൻ ഡോറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇതുകൊണ്ടോ ചുമരിൽ നല്ലൊരു TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയറൊക്കെ നല്ല ഭംഗി കേട്ടോ. സ്റ്റെയറിലേക്ക് നമുക്ക് വരാം. വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഡാർക്ക് തീം കളറാണ്. 4.2 സൈസിലുള്ള ടൈലാണ്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ലാൻഡിങ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് അവിടെയൊക്കെ. ഇനി ഇതിൻ്റെ ചവിട്ടുന്ന ഭാഗം ഇത് വുഡാണ്, മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ മുകൾ ഭാഗം ഇതും വുഡാണ് കേട്ടോ, മരമാണ്. അപ്പോൾ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ അടിയിൽ വരുന്നത് ഇത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതാണ്. കോണിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഞാൻ അയൺ ടേബിൾ, സ്റ്റഡി ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ കോണിക്കൂട്ടിൽ അവിടെ മുകൾ ഭാഗത്ത് ചെറിയൊരു സ്പേസ് അവിടെയും ഉണ്ട്. ബോക്സ് ലുക്കുള്ള വാഷ് കൗണ്ടറാണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ടേബിൾ, ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കർട്ടൺ ചെയ്തിട്ടുള്ള സീബ്ര ലൈൻ രീതിയിലുള്ള കർട്ടൻസാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. 10-11 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുള്ളത്. രണ്ടും ഏകദേശം ഒരേ സൈസിലുള്ള ബെഡ്റൂമുകളാണ് വരുന്നത്. ഉണ്ടോ ചുമരിൽ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള വാർഡ്രോബ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റാക്കുകൾ, തട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻസൊക്കെ സീബ്ര ലൈൻ കർട്ടൻസാണ് ചെയ്തിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. മുകൾ ഭാഗത്ത് ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. 2 ബെഡ്റൂമുള്ളത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് അടുത്തുള്ളത്. ഒരു ചെറിയൊരു വാഷ് ബേസിനും അതിൻ്റെ കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ വീട്ടിൽ മറ്റൊരു ബെഡ്റൂം. റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട്. 10-11 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ്. ഒരു ഡ്രസ്സിങ് ടേബിൾ, ഇവിടെയൊക്കെ ഒരു ടേബിൾ, ഇതൊക്കെ ചുമരിലിട്ട് സെറ്റ് ചെയ്തതാണത്. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഭാഗത്തിട്ട് ഒരു അലമാരയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ തന്നെ ഒരു പോയിന്റ് ഇട്ടുണ്ട്. ഇനി അതിൽ തട്ടുകൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. മുകൾ ഭാഗത്ത് ഇവിടെയും റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ്. സെയിം രീതിയിലുള്ള യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. 2 ഡബിൾ കളറായിട്ടാണ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2.2 സൈസിലുള്ള 2x2 സൈസിലുള്ള മാറ്റ് ടൈലാണ്. ഗ്രിപ്പുള്ള ടൈലാണ്. നല്ലൊരു വൈറ്റ് തീം കളറാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. ചുമരിൽ ഇവിടെ നല്ലൊരു രീതിയിലുള്ള ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്.
മുകൾ ഭാഗം ഒരു എൽ ഷേപ്പിലുള്ള റാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ സ്ലാബാണെങ്കിലും കൗണ്ടർ ടോപ്പിൽ മുകൾ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഓപ്പോസിറ്റ് സൈഡ് നല്ല വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രീതിയിലേക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസറൊക്കെ കൊടുത്തിട്ട് ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കിച്ചൺ സിങ്ക്, നല്ല കോസ്റ്റ്ലി സിങ്ക് ഉണ്ട്. ഡബിൾ സ്പൗട്ടാണ് കിച്ചൺ സിങ്കിലുള്ള ടാപ്പ് ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടത് കേട്ടോ. ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം, പുറത്ത് വേറെയും. അങ്ങനെ ടോട്ടലി 3 ബാത്റൂമായി വീട്ടിലുള്ളത്. ഇത് സാധാരണ നാടൻ രീതിയിലുള്ള ഇന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. മുകൾ ഭാഗം ആസ്പെറ്റോസ്. ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് 1-2 റൂമുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടോ. 3 റൂം സെറ്റ് ചെയ്യാനുള്ള സൗകര്യം മുകൾ ഭാഗത്തുണ്ട്. ഇതുണ്ടോ, സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്ത് അവിടെയൊക്കെ വിൻഡോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ടില്ല, വീടിൻ്റെ പിൻഭാഗമാണിത്. 4.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഒരു ഏരിയ ഉണ്ട് പിൻഭാഗത്ത്. അപ്പോൾ ഇവിടെ കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ തൊട്ടടുത്തുള്ളവർ കുടുംബക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവർ വെള്ളം ഉപയോഗിക്കുന്ന ആ കിണറ്റിൽ നിന്നാണ്. ഇവിടെ കിണറൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണും. കാരണം പിൻഭാഗത്ത് ഇവിടെ ഉണ്ട്, പാടം പോലുള്ള സ്ഥലമാണ്. വെള്ളമൊക്കെ ഗ്യാരണ്ടിയാണ്. നാലര സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ഏകദേശം 950 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള വീട്, നല്ലൊരു സൂപ്പർ വീട് കേട്ടോ. വലിയൊരു പഴക്കമൊന്നുമില്ല, ചെറിയ പഴക്കം മാത്രമേ വീടിനെ ഉള്ളൂ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അരീക്കോട് റൂട്ടിലെ കിടങ്ങഴി കഴിഞ്ഞിട്ട് ഷാപ്പിൻ കുന്ന്. ഈ ഷാപ്പിൻ കുന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ കളത്തുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കളത്തുംപടി മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ 3.5-4 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ്, അതായത് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 23 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ നീക്കുപോക്കുകളുണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വീടുകൾ നമ്മുടെ CNS മഞ്ചേരി എന്നുള്ള നമ്മുടെ ഈ പേജിൽ ഒരുപാട് വീടുകൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീടുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ വീടുകൾ വിൽപ്പനക്കായിട്ട് നമ്മളെ പ്രോപ്പർട്ടി നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് കൊണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.